എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞൻ വീഡിയോ കേട്ടോ. ഈ വാർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മതി നമ്മുടെ മുടി ഒന്ന് കറുപ്പിച്ചെടുക്കാനും വേണ്ടി. എത്ര നരച്ച മുടിയായാലും അതും എത്ര പ്രായമായാലും നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുടി പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയ്ക്കും നല്ലൊരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി, പ്രത്യേകിച്ച് അടുക്കളയിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ. അതിൽ മുടിയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ, അകാരനര എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ കുറേയേറെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പാണെങ്കിലും അതൊക്കെ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ്. അത് നമുക്ക് നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന കുറേയേറെ കാര്യങ്ങൾ കാണാം. നമുക്ക് പോകാം. അതിന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് നമ്മളിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കരിമ്പാണ് കേട്ടോ. കരിമ്പ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് കരിമ്പ്. അത് കരിമ്പിൻ്റെ ആ ഒരു കരിന്തോലൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതിൻ്റെ കൂട്ടത്തിൽ അരമുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുകയും വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ വേണമെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പുളിയൊക്കെ നാരങ്ങയുടെ നീരൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തോലോട് കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കയ്പുണ്ടാവും. തോലില്ല, നീര് മാത്രമായിട്ട് ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ അരച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇഞ്ചി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഗുണങ്ങൾ ഒന്നും കൊണ്ട് നേരിട്ടിരിക്കും. പ്രത്യേകിച്ച് കരിമ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്നേരം ഇത് നമുക്ക് കരിമ്പൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ദാഹവും മാറും, ആ വയറൊക്കെ ഒന്ന് നിറഞ്ഞൊരു ഫീല് വരികയും ചെയ്യും. എന്നാൽ ഒരുപാട് ഗുണങ്ങളുടെ കലവറയാണ് ഈ ഒരു ജ്യൂസ്. നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് ഇഞ്ചിയും നാരങ്ങയും അതിനടുത്ത് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കരിമ്പും കൂടെ ആകുമ്പോഴത്തേന് അടിപൊളിയാണ് കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ ഇഞ്ചി എടുക്കുന്നുണ്ട്. ഒരു നാടൻ ഇഞ്ചി ആണെങ്കിൽ ചെറിയൊരു പീസ് എടുക്കുക. നാടൻ ഇഞ്ചി എടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. ആ ഒരു നീര്, ഇഞ്ചിയുടെ നീര് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലോട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരമുറി നാരങ്ങ, അപ്പോൾ ആ കാലായാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമ്മൾ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കുരുമുളക് പൊടി, അത് കുറച്ച് മാത്രം. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നെങ്കിൽ ഇതിൻ്റെ കളവ് നല്ലേ കുറച്ച് കൊടുത്തേച്ചാൽ മതി. പിന്നെ നമുക്ക് ചെറുതേനാണ് ഉള്ളതെങ്കിൽ ചെറുതേൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ചെറുതേനില്ലെങ്കിൽ വൻതേനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മൾ 3 നേരം ഇത് കുടിക്കുകയാണെങ്കിൽ, ഓരോ സ്പൂൺ വെച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ചുമയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ ചുമയെന്ന് പറയുന്നത് പനിക്ക് തുടർക്കഥയായിട്ട് വരുന്ന ചുമ പിന്നെ മാറാൻ ഭയങ്കര പാടാണ്. ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ തൊണ്ട ചൊറിച്ചിലും അങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഈ ഒരു സിറപ്പ്. ഇനി നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ മുറ്റത്തെ മാവില ഉണ്ടല്ലോ, മാവിലയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും മാവില കൊണ്ട്. ഇതിപ്പോൾ ഒരു 5-6 മാവില എടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമ്പു. അതിപ്പോൾ 3-4 അല്ലെങ്കിൽ 5 എടുക്കാം, അല്ലെങ്കിൽ ഒരു 2 കുറഞ്ഞ പക്ഷം നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. എന്നിട്ട് ഇവ രണ്ടും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കുക. വേണമെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി മുമ്പുള്ള വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ചേരുവ ഉപയോഗിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പേസ്റ്റിന് പകരമായിട്ട്, മുമിക്കിരിക്ക് പകരമായിട്ട് പല്ല് തേക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുമല്ലാതെ പല്ല് വേദനയുള്ള പണപ്പല്ലൊക്കെ ആണെങ്കിൽ നമ്മളിതൊന്ന് കടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസമാണ് പല്ല് വേദനയ്ക്ക്. പല്ല് തേക്കാനും നല്ലതാണ്, അതുപോലെ പല്ല് വേദനയ്ക്ക് നല്ലൊരു ആശ്വാസമാണ് ഈ 2 ചേരുവകൾ ചേർക്കുന്ന ഈ ഒരു മിക്സിങ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നാരകത്തിൻ്റെ ഇല അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ഇല, ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഇലയൊന്നും എല്ലാ വീടുകളിലൊന്നും കാണാൻ സാധ്യത കുറവാണ്. നാരകത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒരു 5-6 നാരകത്തിൻ്റെ നല്ല ഇല നോക്കി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിക്കാൻ വെക്കുക. ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു സെക്കൻഡുകൾക്കകത്ത് വെച്ച് അതിൻ്റെ ഒരു സത്ത് മൊത്തം ഈ ഒരു വെള്ളത്തിനകത്ത് വരും. ഈ ഒരു വെള്ളം ആറിയതിന് ശേഷം നമ്മൾ കുളിക്കുന്ന വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ വേർപ്പിൻ്റെ ദുർഗന്ധം കാരണം വിഷമിക്കുന്ന ഏതൊരാൾക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്കതിനൊരു നല്ല മാറ്റം കിട്ടും. പെർഫ്യൂം ഒന്നും അടിച്ചവൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ വേർപ്പിൻ്റെ ദുർഗന്ധം മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു നാരങ്ങത്തിൻ്റെ ഈ ഒരു മണം തന്നെ നല്ലതാണ്. അത് കുളിക്കുമ്പം ഉണ്ടാകുന്ന റിസൾട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുമ്പിനെ ചിരിച്ചിട്ട് ഏത് പാത്രം എടുക്കാം. ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് നല്ലപോലെ ഒന്ന് ചൂടാവണം. കല്ലുപ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള കല്ലുപ്പ് നമുക്ക് ഒരുപാട് പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് ഈ ഒരു കല്ലുപ്പ്. നല്ലതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ശുദ്ധമായിട്ടുള്ള
ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവ രണ്ടും ഒന്ന് ചൂടാവണം. ചൂടായി കഴിഞ്ഞ ഉടനെ, പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് അത് ചൂടാവും. ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ മഞ്ഞളും ഉപ്പും കൂടെ ആയപ്പോഴത്തേനും ഒരു റെഡ് കളർ വരുന്നത് കണ്ടോ. എന്നിട്ട് അതൊരു കോട്ടൺ തുണിയിലോട്ട് മാറിയിട്ട് ഇതൊന്ന് കിഴി പോലെ നമ്മളൊന്ന് കെട്ടി വെക്കുക. കിഴി പോലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തിന് ഈ ഒരു ചൂട് നിൽക്കും, ഈ ഉപ്പിൻ്റേതായതുകൊണ്ട്. എന്നിട്ട് നമുക്ക് ജോയിൻ പെയിന്, ഉപ്പൂറ്റിയുടെ വേദനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അതിവേദനയാണ്. മിക്ക ആൾക്കാരും അഭിമുഖീകരിക്കുന്ന കാര്യമാണ് ഉപ്പൂറ്റി വേദനയുള്ളവർ, അല്ലെങ്കിൽ ഓരോ ജോയിൻസിലെ വേദനയുള്ളവർ ഒന്നെങ്കിൽ നമുക്ക് തൈലമോ ഓയിൽമെൻറ്റോ വേദന സംഹാരിയായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തേക്കും. അതും അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനൊന്ന് ചൂട് കൊള്ളിച്ചാൽ തന്നെ നീര് വലിയും. അതുപോലെ ഈ പെയിനൊക്കെ നല്ലൊരു റിലീഫ് ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് ഉപ്പൂറ്റി വേദന ഉള്ളവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ്. പിന്നെ എല്ലാ ജോയിൻറ്റ് പെയിനിലും നമ്മൾ വേണമെങ്കിൽ ഓയിൽമെൻറ്റോ അല്ലെങ്കിൽ തൈലമോ ഒക്കെ തേച്ചിട്ട് ഇതിന് ശേഷം ഇതൊന്ന് ചൂടും കൂടെ പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, നല്ലതായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടി എടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഉലുവ അല്ലെങ്കിൽ 2 സ്പൂൺ എടുക്കാം. അതുപോലെ തന്നെ കരിഞ്ജീരകം. ഇവ രണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പല രീതിയിൽ പാക്കായിട്ട് ഹെയർ പാക്ക്, ഹെയർ ഓയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് തലയിൽ ഉപയോഗിച്ച് നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഞാനൊരു ഭംഗി വാക്ക് പറയുന്നതല്ല, ഇത് ഏതൊരാൾക്കും അറിയുന്നൊരു കാര്യമാണ്. ഇവ രണ്ടും നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിട്ട് നല്ല പോലെ അങ്ങ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ട് അതിനൊരു കറുപ്പ് കളറിലോട്ട് വരണം കേട്ടോ. അന്നേരം നല്ല പോലെ വറുത്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ചേർക്കാം കേട്ടോ. മുടിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്ക് നമ്മൾ അടുക്കളയിലുള്ള കുറഞ്ഞ ചേരുവകളാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില, മുരിങ്ങയില അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക. പനിക്കുറുക്കിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇതിനകത്ത് വെച്ച് പൊടിക്കാൻ നോക്കുന്നുണ്ട്. പൊടിക്കാൻ പാടാണ്. അതുകൊണ്ട് മിക്സി ഉപയോഗിക്കും. മിക്സി ഉപയോഗിച്ചിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടായതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞു വരുമെന്ന് നോക്കിയത്. പക്ഷേ അങ്ങനെ പൊടിഞ്ഞ് വന്നില്ല. വേണമെങ്കിൽ നല്ലപോലെ നമ്മൾ ഈ ചെറിയ ഇടികല്ലുണ്ടല്ലോ അതിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യാം. പക്ഷേ എന്നാലും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് പൊടിഞ്ഞ് വരുന്നില്ല. അതൊന്ന് ചൂടാറി വരട്ടെ. ഒന്നിങ്ങനെ ഒന്ന് ഈ ഒരു തടി ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാടൊക്കെ കരിഞ്ഞ് പോകാതിരിക്കാനും വേണ്ടി. പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാകുമ്പോൾ ആ ഒരു ചൂട് കുറേ നേരത്തിന് നിൽക്കും. ഇതിപ്പം നമ്മൾ ആ ഒരു ചെറിയ തീയിൽ ചട്ടി ചൂടാവുന്നുണ്ട്. ഞാനിപ്പം മിക്സിയുടെ ചെറിയ ജാറിൻ്റെ മുകളിൽ, ആ അടപ്പിൻ്റെ മുകളിലോട്ടൊരു പ്ലാസ്റ്റിക് ഷീറ്റോ പേപ്പറോ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ആ ജാറിൻ്റെ വാഷറിനകത്തൊന്നും ആവത്തില്ല. അന്നേരം ഇത് ഇത്രത്തോളം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ പൊടിക്കുമ്പോഴത്തേനും ഒരു ഓയിലി രീതിയിലോട്ട് വരും കേട്ടോ. ഇപ്പം തന്നെ ഈ ഒരു പരുവത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് മൊത്തമായിട്ട് നമുക്ക് ആ ഒരു ഇരുമ്പിൻ ചീനിച്ചട്ടിയിലോട്ട് മാറ്റാം. അല്ലെങ്കിൽ കുറച്ചെടുത്താൽ മതി. നമ്മുടെ ഒരു തലമുടിയുടെ അളവനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇതിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയോ നീലാമ്പരിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ നെല്ലിക്കപ്പൊടി. നെല്ലിക്ക എത്രത്തോളം ഗുണകരമാണ് മുടി വളർച്ചയ്ക്ക്, മുടി കറക്കാനും. ഇതിനുള്ള മുമ്പുള്ള വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. ഡൈയും പാക്കിലും അപ്പുറം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ജ്യൂസൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ തൊട്ടൊന്നും ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതിനെ നമ്മൾ ചെറിയ തീയിലൊന്ന് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്നെങ്കിൽ ഒരു ദിവസം രാത്രി മൊത്തം ഇങ്ങനെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ 3-4 മണിക്കൂറിന് ശേഷം ഇതിൽ നിന്ന് ഒന്നെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് തലമുടിയിൽ തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോട്ടണിൽ മുക്കി ചെയ്ത് കൊടുക്കാം. അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് മൊത്തമായിട്ടൊരു കോട്ടൺ തുണിയിലോട്ട് മാറ്റിയിട്ട് അതൊന്ന് കെട്ടിയിട്ട് ആ ഒരു കിഴി രീതിയിലാക്കിയിട്ട് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും നല്ല പോലെ തേച്ച് കൊടുത്തിട്ട് കുറഞ്ഞതൊരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ തലമുടിയിൽ ഇത് വെച്ചേക്കണം. എന്നിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. മുടിയൊക്കെ ആ ഒരു നര മാറി നല്ല ഇടതോർന്ന കറുത്ത മുടി വളരാനും, കിളിർത്ത് വരുന്ന മുടി അതുപോലെ കറുപ്പായിട്ട് വരാനും, നരച്ച മുടിയെ കറുപ്പിക്കാനും ഏറ്റവും നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളുടെ വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.